എപ്പോഴും എല്ലാവർക്കും വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുഡാണല്ലോ. ഈ മഴ സമയം കൂടി ആകുമ്പോൾ പറയുകയും വേണ്ട, ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇലയുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് പാടത്തേക്ക് പോവുകയാണ് ഇല വെട്ടാൻ വേണ്ടിയിട്ട്. അമ്മയെ കൊണ്ടുപോകുന്നുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല എവിടെ നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമല്ല, പോകുന്ന വഴിയിലാണ് കേട്ടോ അവിടുത്തെ കുളവും അതേപോലെ തന്നെ തോടൊക്കെ നിറഞ്ഞൊഴുകുന്നത് കണ്ടത്. വെള്ളത്തിൻ്റെ കളറ് തെളിനീര് പോലത്തെ വെള്ളം, അത്രയും ശുദ്ധമായ വെള്ളം. അപ്പോഴേക്കും അമ്മ എവിടെയാണ് ഇല നിൽക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളൊരു 2-3 ഇലയൊക്കെ വെട്ടി. ഇല വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാത്ത ഇല നോക്കിയിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ആ ഇല ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. നല്ല ഇലയാണ് എന്നാലും ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴേക്കും പെരും മഴ പെയ്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം എടുക്കുക. നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിച്ചെടുത്താലും ചൂടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുക. തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിയിട്ട് തേങ്ങയിലേക്ക് മിക്സ് ആക്കേണ്ട സംഭവങ്ങൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ നല്ലോണം ചെറുതായിട്ട് ചിരണ്ടി കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് വേണ്ട തേങ്ങ എടുക്കുക കേട്ടോ. മാവിനനുസരിച്ച് നമുക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. അതേപോലെ തന്നെ ശർക്കര, ബെല്ലം, നമ്മൾ ബെല്ലമാണോ എന്തോ നല്ലോണം ഒന്ന് ചിരണ്ടി കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് മധുരം വേണ്ടത്ര ഇട്ടാൽ മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ജീരകവും ഏലക്കയും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇടുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. വേണ്ടവർ ഇടുക, വേണ്ടാത്തവർക്ക് ഇനി ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി എടുക്കുക. ആ അരിപ്പൊടിയിലേക്ക് ഈ നേരത്തെ ചതച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഏലക്കയും സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് ആ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോലെ ഈ പിളുപിളുന്നാവും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആ സമയത്ത് കുഴയ്ക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം കുഴച്ച് ഒരു ഉരുണ്ടയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇല ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. എത്ര ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ചെറിയ ഉണ്ടയാക്കിയിട്ട് ഇലയിലേക്ക് വെച്ച് പതുക്കെ പരത്തി കൊടുക്കുക. ഈ പരത്തി കൊടുക്കുമ്പോഴേ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ലേശം വെള്ളമൊന്ന് തൊട്ടിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും അതേപോലെ തന്നെ ഇലയിലും ഒട്ടിപ്പിടിക്കാതിരിക്കും. നല്ല ഐസിലാക്കി കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് ശർക്കര ഇതും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് തേങ്ങ സംഭവം വേണ്ടത് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് മടക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെക്കുകയാണ് കേട്ടോ. ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ഈ സമയം ആയതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഗ്യാസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ച് കൊടുക്കുക. ഓരോരോ വെച്ച് കൊടുത്ത് മൂടി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആവിയൊക്കെ വരുന്നത് കാണാൻ പറ്റുമല്ലോ പുറത്തേക്ക്. എന്നിട്ട് അത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ലാസ്റ്റത്തെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അടിയത്തെ പിന്നെയും വെന്തിട്ടുണ്ടാവും. ലാസ്റ്റത്തെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആയോന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഇതാക്കുക. അപ്പോൾ ഇലയിൽ നിന്ന് വിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പാകം ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് എന്ന് അർത്ഥം. പിന്നെ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം പൊളിക്കാൻ നോക്കുക. അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോകും. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് നമ്മൾ മാവൊന്ന് കുഴച്ച് കൊടുക്കണം, എന്നാലേ ഈ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നല്ല മഴയത്ത് ഇലയുടെയും ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെ ഉണ്ട് എന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ.